ഡാ നീ എന്നോട് നിന്നേ. എന്തേ? ഡാ എന്നാ അച്ഛൻ പഠിച്ച സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘം പോണു. അച്ഛൻ്റെ കയ്യിൽ പോകാൻ കാശില്ല. നിൻ്റെ കയ്യിൽ കാശിൻ്റെ 1000 കാശോ? അച്ഛനോട് യാത്ര ആയിക്കൊണ്ടിരിക്കുക. 1000 രൂപ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് അല്ലേ? ഈ വയസ്സായാലത്ത് അച്ഛനവിടെ ചെന്നില്ലെങ്കിൽ അതൊക്കെ അവിടെ ഭംഗിയായിട്ട് നടന്നോളും. മനുഷ്യനോട് 100 കൂട്ടം കാര്യങ്ങൾ വേറെ ഉണ്ട്. അതിനിടയ്ക്ക് 1000 രൂപ വെറുതെ ഉണ്ടാവും. വീട്ടിലെങ്ങനെ ഇരിക്കാൻ പറ, സംഗമം കൂടെ നടക്കണം. കാറിൻ്റെ ലോൺ, വീടിൻ്റെ ലോൺ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഞാനിത് ഓടിച്ചു കൊണ്ടുപോകണേ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അമ്മൊന്ന് മാറി, കാശൊന്നുമില്ല. നിങ്ങളുടെ കൂടെ പഠിച്ചവരൊക്കെ നല്ല നിലയിലായില്ലേ? നിങ്ങൾ മാത്രമേ മോശാവസ്ഥയിൽ നാളെ സ്കൂളിൽ പോകണോ? എൻ്റെ അവസ്ഥ മോശമായാലും പിള്ളേർക്ക് പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചില്ലേ? അവരെന്നെ നോക്കണമെന്ന് കൂട്ടുകാരുടെ അടുത്ത് അന്തസ്സായിട്ട് എനിക്ക് പറയാമല്ലോ. അച്ഛനെന്തിയമ്മേ? അച്ഛൻ പണിക്ക് പോയി. ഞായറാഴ്ച കേട്ടോ. അതേ, നാളെ ചെന്നൈയിലെ ഇൻ്റർവ്യൂ. എൻ്റെ 10 പൈസ ഇല്ല. അച്ഛനോട് പറഞ്ഞൊരു 2000 രൂപ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് പൈസ തരാൻ വേണ്ടിയിരുന്നു വയ്യാഞ്ഞിട്ടും അച്ഛൻ ഇന്ന് പണിക്ക് പോയേക്കണേ. അച്ഛൻ തരും. അച്ഛാ, എനിക്ക് മിഠായി വാങ്ങാൻ 10 രൂപ തരുമോ? അച്ഛാ, എനിക്ക് സ്കൂളിൽ കൊടുക്കാൻ ഒരു 100 രൂപ വേണം. 500 വേണം.